MSC എൽസ കപ്പലപകടത്തിൽ 5 നാവികർക്ക് രാജ്യം വിടാൻ അനുമതി നൽകിയിരിക്കുന്നു. എന്തിനാണ് നാവികർ ഇവിടെ കഴിയുന്നതെന്നാണ് ചോദ്യം. അന്വേഷണത്തിലെ കാലതാമസം അംഗീകരിക്കാനാവില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റ് 2 നാവികരുടെ കാര്യത്തിൽ തീരുമാനം പിന്നീടാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ഈ കപ്പലപകടമുണ്ടായിട്ട് മാസങ്ങളായിരിക്കുന്നു. ഇപ്പോഴും നാവികർ ഇവിടെ തുടരുന്ന സാഹചര്യമായിരുന്നു. അവർക്ക് തിരിച്ചു പോകാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. എന്താണ് കോടതിയുടെ വിമർശനം? അങ്ങനെ തന്നെയാണ്. MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് 2025 മെയ്യിലാണ് ഈ അപകടം നടന്നത്. ഈ അപകടത്തിന് തൊട്ടുപിന്നാലെ 7 നാവികരെയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം കേരളത്തിൽ കൊച്ചിയിൽ തടവിൽ കഴിയുന്നത്. തടവിലല്ല, അവർ കേരളത്തിലെ ഹോട്ടലിലാണ്, കൊച്ചിയിൽ ഒരു ഹോട്ടലിലാണ് കഴിയുന്നത്. പക്ഷെ മുറിവിട്ട് പുറത്തിറങ്ങാൻ അനുമതിയില്ല. ഈ കേസിൽ ഇവർ പലരും സാക്ഷികളായാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ 7 നാവികരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. രാജ്യം വിടാൻ അനുമതി നൽകണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഇതിൽ 5 നാവികർക്കാണ് രാജ്യം വിടാൻ അനുമതി നൽകിയിരിക്കുന്നത്. എന്തിനാണ് നാവികരെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്, ഇവിടെ കഴിയുന്നത്, കൂടുതൽ കാലം ഇവിടെ കഴിയുന്നത് എന്ന ചോദ്യമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉയർത്തിയത്. ജസ്റ്റിസ് ബെച്ചുക്കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് 5 നാവികർക്ക് രാജ്യം വിടാനുള്ള അനുമതി നൽകുന്നത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെതിരെ ഇന്നും വിമർശനം ഉയർത്തുന്നത് ഈ കേസിൽ തോന്നിയതുപോലെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഒരു സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിലെ കാലതാമസം, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നടത്തുന്ന DG ഷിപ്പിംഗ് നടത്തുന്ന അന്വേഷണത്തിലെ കാലതാമസം അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ സാക്ഷികളായ നാവികരെ ഓൺലൈനായി വിസ്തരിക്കാമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നത്. പക്ഷേ നാവികർ ഈ രാജ്യം വിടുമ്പോൾ അവർ ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ ബാങ്ക് ഗ്യാരണ്ടി എത്ര തുകയാണ് എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഇന്ന് തന്നെ ഉത്തരവിറക്കുകയും ചെയ്യും. ആവശ്യമുള്ളപ്പോൾ നാവികർ ഹാജരായി തെളിവ് നൽകണമെന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നിബന്ധനയായി തന്നെ വെക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, അന്വേഷണത്തോട് സഹകരിക്കണമെന്ന നിർദ്ദേശവും കൂടി നൽകുകയും ചെയ്തു. പക്ഷേ ഇത് വിചാരണയുടെ ഘട്ടത്തിലേക്ക്, ഈ കേസ് വിചാരണയുടെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ നാവികരെ സംബന്ധിച്ച് ഓൺലൈനായി വിസ്തരിച്ചാൽ മതിയല്ലോ എന്നൊരു കാര്യവും കൂടി, നിരീക്ഷണവും കൂടി ഹൈക്കോടതി നടത്തുകയും ചെയ്തു. എന്തായാലും MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട 7 നാവികർ കേരളത്തിൽ കൊച്ചിയിൽ കഴിയുകയാണ്. ഇവരിൽ 5 പേർക്കാണ് രാജ്യം വിടാനുള്ള അനുമതി നൽകുന്നത്. 2 പേരുടെ കാര്യത്തിൽ ഹൈക്കോടതി പിന്നീടായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും രാജ്യം വിടാൻ കഴിയുന്ന നാവികർ ഇവരാണ്: റെയ്നോൾഡ് പരദേശ് മഹിനൈ, കക്കിറ്റ്സെ റോമൻ, ഹർദിയേവ് വലേറി, കാസ്റ്റൻഡ റൊണാൾഡ് ഉൻസാലൻ, വലൻസ്കോ റയാൻ ഒൺടോളൻ എന്നിവരാണ് രാജ്യം വിടാൻ അനുമതി നൽകുന്നത്. ഇവനോവ് അലക്സാണ്ടർ, ഒലസ്കി കോർണൈ എന്നീ 2 നാവികർക്ക് രാജ്യം വിടാൻ അനുമതിയില്ല. ശരി, MSC എൽസ 3 കപ്പലപകടത്തിലെ നാവികർക്ക് മടങ്ങാം എന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.